ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരു മൂഞ്ചിപ്പോയ ഒരു കൊളാബിൻ്റെ കഥയാണ്. അതായത് എനിക്ക് ലാസ്റ്റ് ഡേ ഒരു പ്രൊഡക്റ്റ് വന്നായിരുന്നു കൊളാബിന്, അതായത് ഫ്രീ കൊളാബാണ് ആൻഡ് ഇതിൻ്റെ സെക്കൻഡ് കൊളാബാണ്. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ പേരെന്താണെന്നോ കാര്യങ്ങളോ ഒന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ ഒരു പ്രൊഡക്റ്റ് ഇൻറ്റൻറ്റ് ചെയ്യുന്നത് ഒരു മോട്ടോർ സൈക്കിൾ ആൻഡ് ഒരു ഡെയിലി യൂസ് ആപ്ലിക്കേഷനെയാണ്. ആൻഡ് ഇതിനായിട്ട് ഒരു ആൻഡ്രോയിഡ് ആപ്പ് ഉണ്ട്. ആൻഡ് ആ ആൻഡ്രോയിഡ് ആപ്പും ഓർ iOS ആപ്പ് ഇത് ബേസ് ചെയ്തിട്ടാണ് ഇതിൻ്റെ മെയിൻ വർക്കിംഗ്. സോ ഒരു 5-6 ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസേഴ്സ് ഈ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് പ്രൊഡക്റ്റിൻ്റെ. ആൻഡ് ഒരു 36K 37K ആൻഡ് 20K റേഞ്ച് ഉള്ളവരാണ് മോസ്റ്റ്ലി ഇത് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു 200K എബവ് ഉള്ള ഒരാൾ അതിന് ആഡിൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഈ ഒരു പ്രൊഡക്റ്റ് കിട്ടി ആൻഡ് അവരെനിക്ക് അയച്ചു തന്നപ്പോൾ പറഞ്ഞത് ജെന്യുവിൻ റിവ്യൂ ഇട്ടാൽ മതി എന്നാണ്. സോ അതുകൊണ്ട് തന്നെ ഞാൻ പ്രൊഡക്റ്റ് മേടിച്ചു. ആൻഡ് ഈ ഒരു പ്രൊഡക്റ്റ് കിട്ടിക്കഴിഞ്ഞ് ഞാനിത് യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ തന്നെ ഇവരുടെ ആപ്പ് ഫുള്ള് ബഗ്ഗാണ്. അതായത് മെയിൻ കാര്യങ്ങൾ പോലും ഈ ആപ്പിൻ്റെ പെർഫെക്റ്റായിട്ട് വർക്കാവുന്നില്ല ആൻഡ് ലോട്ട്സ് ഓഫ് ബഗ്. അപ്പോൾ ഞാൻ ഇവർക്ക് മെസ്സേജ് അയച്ചു, ഞാനിതിൻ്റെ കൊളാബ് ചെയ്യാം. ആക്ച്വലി കൊളാബ് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് എനിക്കൊരു ഡൗട്ട് തോന്നി, അതായത് ഞാൻ ഇതിനെ പറ്റി മോശം പറഞ്ഞാൽ അവർക്ക് ഓക്കെ ആണോ എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ കൊളാബ് ചെയ്യാം, പക്ഷേ ഇതിന് കുറച്ച് പ്രശ്നങ്ങളുണ്ട്, ഞാൻ അതും കൂടി വീഡിയോയിൽ പറയുമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ ചോദിച്ചു എന്താണ് പ്രശ്നം, എന്താണ് കാര്യങ്ങളെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാനതിൽ ഒരു പ്രശ്നം പറഞ്ഞു തരാം. അതായത് നമുക്ക് വാട്സാപ്പിലൊക്കെ നോട്ടിഫിക്കേഷൻ വരുന്ന പോലെ ഈ ടോപ്പിൽ വരുമല്ലോ, അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ സാധാരണ നമ്മൾ ആ ഒരു മെസ്സേജിലോട്ട് പോകും. അപ്പോൾ ഇവിടെ അതുപോലെ നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട്, ബട്ട് നമ്മളത് ക്ലിക്ക് ചെയ്താൽ അത് ഡിസപ്പിയർ ആയിട്ട് പോകും. ആൻഡ് നമ്മളിത് കിട്ടണമെങ്കിൽ ആപ്പിനകത്ത് കയറിയൊക്കെ നോക്കണം. ആൻഡ് അതുപോലെ തന്നെ ഒരു ബിഗിനർ യൂസർക്ക് ആ ആപ്പ് യൂസ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. സോ ഞാൻ ആ പ്രൊഡക്റ്റ് ഓണേഴ്സിനോട് പറഞ്ഞു, ഈ പ്രൊഡക്റ്റിൽ ഇത്രയും പ്രശ്നമുണ്ട് ആൻഡ് ഞാനതിൽ സാറ്റിസ്ഫൈഡ് അല്ല, അതുകൊണ്ട് ഞാൻ വീഡിയോ ചെയ്യുന്നില്ല, ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് തിരിച്ചയക്കാമെന്ന് പറഞ്ഞു. ബട്ട് അവർ പറഞ്ഞു പ്രൊഡക്റ്റ് തിരിച്ചയക്കേണ്ട, ഞങ്ങളൊരു അപ്ഡേറ്റ് തരാം ഈ ഒരു ആപ്പിന്, എന്നിട്ട് ടെസ്റ്റ് ചെയ്താൽ മതിയെന്ന് പറഞ്ഞു. ആൻഡ് അവർ പറഞ്ഞതിലും എൻ്റെ കയ്യിൽ നിന്ന് കുറേ ഇൻപുട്സ് മേടിച്ചിട്ടാണ് ആ ഒരു ആപ്പിന് അപ്ഡേറ്റ് കൊടുക്കാമെന്ന് പറഞ്ഞത്. പക്ഷേ ഈ ഒരു ആപ്പിന് ഇവർ അപ്ഡേറ്റ് തന്ന് വീണ്ടും വീണ്ടും ടെസ്റ്റ് ചെയ്യുന്നത് അവരുടെ ടെസ്റ്ററല്ല ഞാൻ. ആൻഡ് സെക്കൻഡ് തിങ്, അവർ ആ ഒരു അപ്ഡേറ്റിലും എല്ലാ ബഗ്ഗും ഫിക്സ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുമില്ല. സോ ഞാൻ സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു ആ ഒരു പ്രൊഡക്റ്റിൽ. ആൻഡ് അതുകൊണ്ട് തന്നെ ഞാൻ ഇവരുടെ ഇൻസ്റ്റഗ്രാം പേജിൽ കുറച്ച് വീഡിയോസ് കുറേ ഇൻഫ്ലുവൻസേഴ്സ് ചെയ്തിട്ടുണ്ട്. ഞാൻ അതിൽ കയറി നോക്കി. അപ്പോൾ അതിൽ കയറി നോക്കിയപ്പോൾ കണ്ടത് ഒരു ഇൻഫ്ലുവൻസറും ഈ ഒരു ആപ്പ് ആക്ച്വലി ടെസ്റ്റ് ചെയ്യുന്നില്ല. ഇവർ ജസ്റ്റ് ഈ ആപ്പ് ഈ ഒരു പ്രൊഡക്റ്റ് കാണിച്ചിട്ട് ഈ പ്രൊഡക്റ്റ് ഇങ്ങനെയൊക്കെ ചെയ്യാം എന്ന് പറഞ്ഞ് ചെയ്യുന്നു. ആൻഡ് ചിലർ ഓരോ അഭിനയം, അതായത് ഞങ്ങൾ ഇങ്ങനെ പോയപ്പോൾ ഇത് കാണാതെ പോയി, അപ്പോൾ ഇങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞ് വീഡിയോ ചെയ്ത് അഭിനയിച്ചിരിക്കുവാണ്. ആൻഡ് എനിക്ക് മനസ്സിലായ കാര്യം, ലിറ്ററലി ഇതിലാരും ഈ ഒരു പ്രൊഡക്റ്റ് മര്യാദയ്ക്ക് ടെസ്റ്റ് ചെയ്തില്ല. മര്യാദയ്ക്ക് ടെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ ഇതിൽ നല്ലധികം ബഗ്ഗുണ്ട്. ആൻഡ് എൻ്റെ ഫോണിൽ ഇതിൻ്റെ കോർ ഫീച്ചർ വർക്കായില്ല, ബട്ട് വേറെ ഫോണിൽ അത് വർക്കായി ആ ഒരു ഫീച്ചർ. ബട്ട് കുറേ ബഗ്സ് ഉണ്ടായിരുന്നു. എനിക്ക് മനസ്സിലായ കാര്യം, മിക്ക ഇൻഫ്ലുവൻസേഴ്സും ചെയ്യുന്ന വീഡിയോയിൽ നിങ്ങളെ പറ്റിക്കുകയാണ്. അതായത് ഇവർ ഈ ഒരു പ്രൊഡക്റ്റ് നോക്കുന്ന പോലുമില്ല. ഇങ്ങനെ ഒരു കൊളാബ് കിട്ടി, ആ പ്രൊഡക്റ്റ് എന്താ ചുമ്മാ വിവരിച്ച് പറയുന്നു. ആൻഡ് ഇത് കണ്ട് ആരെങ്കിലും ഈ ഒരു പ്രൊഡക്റ്റ് മേടിക്കുന്നുണ്ടെങ്കിൽ അവർ ശരിക്കും മണ്ടരാകുകയാണ് ചെയ്യുന്നത്. നമുക്കെല്ലാം അറിയാം ഇൻഫ്ലുവൻസേഴ്സ് കൊളാബറേഷൻ വീഡിയോസാണ് ചെയ്യുന്നതെന്ന്. ബട്ട് നമ്മൾ ആ ഒരു പ്രൊഡക്റ്റ് ആക്ച്വലി റിവ്യൂ ചെയ്തിട്ട് വേണ്ടേ അത് ആക്ച്വലി ആ വീഡിയോ ചെയ്യാൻ. ബട്ട് എനിക്ക് ആ വീഡിയോ കണ്ടപ്പം, എല്ലാവരുടെയും വീഡിയോ കണ്ടപ്പം മനസ്സിലായത്, ഇവരാരും ഈ ഒരു പ്രൊഡക്റ്റ് ആക്ച്വലി യൂസ് ചെയ്തിട്ടില്ല. യൂസ് ചെയ്തിരുന്നെങ്കിൽ അതിലെ ബഗ്സ് എല്ലാം കണ്ടുപിടിക്കായിരുന്നു. അതിലെ കുറച്ചെങ്കിലും ബഗ്സ് അവർക്ക് കിട്ടിയേനെ. അതൊന്നും ആരും പറയാതെ ഇവർ ഇതിൽ ഇങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞത് അവരാരും അത് ഉപയോഗിക്കാതെ പറഞ്ഞിരിക്കുന്നതാണ്. ആൻഡ് അതിൻ്റെ മേജർ എക്സാമ്പിളാണ് ആ ഒരു ആപ്പ് അവർ ഓപ്പൺ ചെയ്ത് പോലും വീഡിയോയിൽ കാണിക്കുന്നില്ല. ബിക്കോസ് അവർ ആ ആപ്പ് ഡൗൺലോഡ് പോലും ചെയ്തിട്ടില്ല. സോ അവർ ആ പ്രൊഡക്റ്റ് തിരിച്ചയക്കേണ്ട എന്ന് പറഞ്ഞെങ്കിലും ഞാൻ ആക്ച്വലി ആ പ്രൊഡക്റ്റ് തിരിച്ചയച്ചു. എനിക്കത് റിവ്യൂ ചെയ്യാതെ അത് കയ്യിൽ വെച്ചുകൊണ്ടിരിക്കാൻ തോന്നിയില്ല. ആൻഡ് അതുപോലെ തന്നെ അവർ അപ്ഡേറ്റ് അന്ന് നോക്കി റിവ്യൂ ചെയ്യാനും എനിക്ക് പ്രത്യേകിച്ച് താല്പര്യമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ആ പ്രൊഡക്റ്റ് തിരിച്ചയച്ചു. എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഏതൊരു പ്രൊഡക്റ്റ് കൊളാബോ റിവ്യൂ എന്തെങ്കിലും ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് എത്തിക്സ് വേണം. അതായത് ആ ഒരു പ്രൊഡക്റ്റ് നമ്മൾ വെറുതെ പറയുന്നതാണെങ്കിൽ നമ്മൾ അതിൽ താഴെ കൊടുക്കണം. അതായത് ഈ പ്രൊഡക്റ്റ് ഞാൻ ഉപയോഗിച്ച് നോക്കിയിട്ടില്ല,
ഞാൻ ചുമ്മാ അവരുടെ കയ്യിൽ നിന്ന് കാശ് മേടിച്ചത് കൊണ്ട് മാത്രം ഞാൻ പറയുന്നതാണ് എന്ന് പറഞ്ഞിടണം. അല്ലാതെ ഈ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിച്ച മാതിരി വെറുതെ തട്ടിവിട്ട് ഇതിനെപ്പറ്റി കൂടുതൽ നല്ല കാര്യങ്ങൾ മാത്രം പറഞ്ഞിട്ട് ആ ഒരു പ്രൊഡക്റ്റ് ആക്ച്വലി ഒരാൾ മേടിക്കുമ്പോൾ അവരെ ഒരു മൊണ്ണയാക്കി അല്ലെ അവരൊരു മണ്ടനാക്കി വിടരുത്. ബിക്കോസ് എല്ലാവരും കാശ് കൊടുത്താണ് ഈ പ്രൊഡക്റ്റ് മേടിക്കുന്നത്. ഇതിനൊരു പേയ്മെൻറ്റ് സൈഡ് ഉണ്ടായിരുന്നു. അതായത് എൻ്റെ വീഡിയോ കണ്ട് ആ ലിങ്കിൽ നിന്ന് ആരെങ്കിലും ഈ ഒരു പ്രൊഡക്റ്റ് മേടിക്കുകയാണെങ്കിൽ എനിക്ക് ഈ പ്രൊഡക്റ്റിൻ്റെ ഹാഫ് എമൗണ്ട് കിട്ടും എന്നായിരുന്നു. എനിക്ക് ആ ഹാഫ് എമൗണ്ട് വേണ്ട. ബിക്കോസ് ഞാൻ നോക്കിയതിൽ ആ ഒരു പ്രൊഡക്റ്റിൽ മൊത്തം പ്രശ്നങ്ങളാണ്. സോ ആക്ച്വലി ആ പ്രൊഡക്റ്റ് അതുകൊണ്ട് തന്നെ ഞാൻ തിരിച്ചയച്ചു. തിരിച്ചയച്ചപ്പോൾ എനിക്ക് ആക്ച്വലി 55 രൂപ ലോസ് ഉണ്ടായി. അവർ തിരിച്ചയക്കേണ്ടെന്ന് പറഞ്ഞെങ്കിലും. അപ്പോൾ നെവർ മൈൻഡ്, 55 രൂപയേ ഉള്ളൂ. ബട്ട് എനിക്ക് ആക്ച്വലി ലാഭമൊന്നും ഉണ്ടായില്ല, നഷ്ടം മാത്രമേ ഉള്ളൂ. ഇനി നഷ്ടം ഉണ്ടായെങ്കിലും നമ്മൾ ഇവിടെ ജെന്യുവൻ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറയൂ, ആൻഡ് അല്ലാത്ത കാര്യങ്ങൾ ചെയ്യില്ല.